അപ്ലൈ ചെയ്യാൻ കഴിയാത്ത പഴഞ്ചൻ ചിന്തയായിക്കൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളെ, നിർദ്ദേശങ്ങളെ പഠിപ്പിക്കുകയും വിശദീകരിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ പറയുന്ന ഇരുട്ടിന്റെ ശക്തികൾ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്ത് മലയാള സാഹിത്യത്തിലെ ചില സാഹിത്യകാരന്മാരും പൈങ്കിളി നോവലിസ്റ്റുകളും എല്ലാം തന്നെ കണ്ണീരൊഴുക്കുകയാണ് മുസ്ലിം സ്ത്രീയെ കുറിച്ച്. എന്താണ് അവർ പറയുന്നത്? പർദ്ദയെക്കുറിച്ച് അവരുടെ മുതലക്കണ്ണുനീർ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് സ്ത്രീകൾ അവരുടെ കുഞ്ഞുങ്ങൾക്ക് അമ്മിഞ്ഞ നൽകുക? ഈ പർദ്ദയെക്കെട്ട് എന്തുമാത്രം പ്രയാസാണ് അമ്മിഞ്ഞ കൊടുക്കാൻ എന്ന മുതലക്കണ്ണുനീർ ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് മുസ്ലിം സ്ത്രീകൾക്ക് സൂര്യനിൽ നിന്ന് ലഭിക്കേണ്ട, സൂര്യപ്രകാശത്തിന് ലഭിക്കേണ്ട വളരെ മർമ്മപ്രധാനമായ അവരുടെ ആരോഗ്യത്തിന് നിലനിൽപ്പിലുള്ള ഘടകങ്ങൾ നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്നുള്ള മുതലക്കണ്ണുനീരാണ് വേറെ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ഇവർക്കൊന്നും സഹിക്കുന്നില്ല, ഇവർക്കൊന്നും ദഹിക്കുന്നില്ല ഇസ്ലാമിന്റെ മാനവികമായ ഈ നടപടിക്രമങ്ങൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ അറുപഴഞ്ചനാക്കാൻ ഇസ്ലാം ഒരു സ്ഥാനവും മാനവും നൽകിയിട്ടില്ല പെണ്ണിന്. എല്ലാ അർത്ഥത്തിലും അടിച്ചൊതുക്കുകയാണ്, എല്ലാ അർത്ഥത്തിലും അവളുടെ അവകാശത്തെ പിച്ചു ചിന്തകയാണെന്ന് വരുത്തി തീർക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ. ഇസ്ലാമിന്റെ ശത്രുക്കൾ, ഇരുട്ടിന്റെ ശക്തികൾ എഴുതിവിട്ട പുസ്തകങ്ങളെ മലയാള ഭാഷയിലേക്ക് ഛർദ്ദിക്കാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ ചില പെണ്ണെഴുത്തുകാരികൾ. അതോടൊപ്പം തന്നെ ചില മാസികകളും ചില ആഴ്ചപ്പതിപ്പുകളും ചില പച്ചക്കുതിരകളും ആ രംഗത്ത് പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കൂട്ടത്തോടെ ഒറ്റക്കെട്ടായി ഈ തന്ത്രങ്ങളെ, ഈ കുതന്ത്രങ്ങളെ തിരിച്ചറിയാനുള്ള സന്മനസ് നമുക്കുണ്ടാകണം. ഇസ്ലാം എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ അവകാശപ്പെട്ട അവകാശങ്ങൾ വകവെച്ച് നൽകുന്നു. അർഹമായതൊന്നും ഇസ്ലാം നിഷേധിക്കുന്നില്ല, അർഹമായതൊന്നും ഇസ്ലാം തടയുന്നില്ല. അർഹമായത് നൽകുന്നു, അവരെ പരിഗണിക്കുന്നു എന്നത് ഇസ്ലാമിന്റെ പ്രത്യേകതയായി തിരിച്ചറിയുക, ആ ഇസ്സത്ത് ഉൾക്കൊള്ളുക. പടച്ചറബ് പറഞ്ഞല്ലോ, വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹുവിനാണ് ഇസ്സത്ത്, അല്ലാഹുവിന്റെ പ്രവാചകനാണ് ഇസ്സത്ത്. അല്ലാഹുവിനെ മാത്രം ആരാധിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് നെഞ്ചിലേറ്റുകയും മുഹമ്മദ് റസൂലുള്ളാഹിയെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുകയും കർമ്മത്തിൽ ഖൽബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയും കർമ്മത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹിയുമായി ജീവിതം പരിവർത്തിപ്പിക്കുന്ന, ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന, അതോടൊപ്പം തന്നെ ആ വിശ്വാസത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകൾക്കുമാണ് ഇസ്സത്ത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുനാഫിഖൂനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു.